ഈ അടുത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മളോട് എന്താ പറഞ്ഞേ? ഗോൾഡ് പർച്ചേസ് ചെയ്യൽ കുറയ്ക്കണമെന്ന്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തിനാണെന്ന്? ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏതൊരാളും ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇത് പഠിക്കാനായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഒരു കറൻസി താഴുന്നതെന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടോ, ഇന്ത്യൻ റുപ്പീസ് താഴ്ന്നു ഇത്രയായി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആക്ച്വലി എല്ലാ രാജ്യങ്ങൾക്കും USD റിസർവ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ്റർനാഷണലി ട്രേഡ്സ് നടക്കുന്നത് USD കറൻസി വെച്ചിട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്കൊരു സാധനം ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു സംഭവം മേടിക്കണം, നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യൻ റുപ്പീസിന് കൺവേർട്ട് ചെയ്തിട്ട് USD ആക്കിയിട്ടാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസിൽ, അതായത് ഏത് കറൻസിയുടെ ഡിമാൻഡാണ് കൂടുന്നത്, ആ പർട്ടിക്കുലർ കറൻസിയുടെ വാല്യൂ കൂടും. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഒരു കൺട്രിക്ക് ഇമ്പോർട്ട്സ് കൂടുന്തോറും എന്തുണ്ടാവും? നമ്മൾ കൂടുതൽ നമ്മുടെ റിസർവിൽ നിന്ന് USD എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് USDയുടെ ഡിമാൻഡ് കൂടുകയും നമ്മുടെ ഇന്ത്യൻ റുപ്പി താഴുകയും ചെയ്യും. അപ്പോൾ ഒരു കൺട്രി എന്താ ചെയ്യേണ്ടത്? കൂടുതൽ എക്സ്പോർട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ കൺട്രി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള കൺട്രീസ് നമുക്ക് പേയ്മെൻ്റ് ആണ് തരുന്നത്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടോ, നമ്മുടെ ഇന്ത്യൻ കൺട്രിയുടെ ഏറ്റവും വലിയ ശക്തിയാണ് പ്രവാസികൾ എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ പ്രവാസികൾ അവിടെ നിന്ന് റെമിറ്റൻസ് നടത്തുമ്പോൾ ഇൻഫ്ലോ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇനി ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ, അപ്പോൾ നമ്മൾ USD കറൻസി വെച്ചിട്ട് ഗ്ലോബലി വാങ്ങുന്ന രണ്ട് സംഭവങ്ങളാണ് ക്രൂഡ് ഓയിൽ ആൻഡ് ഗോൾഡ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മളൊരു 100-ന് മേടിച്ചിരുന്ന ഒരു ക്രൂഡ് ഓയിലൊക്കെ 200 ആകുമ്പോൾ എന്തുണ്ടാവും? ഒരു ലിറ്ററിന് 100 മേടിച്ചിരുന്നത് 1 ലിറ്ററിന് 200 ആകുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് കൂടുതൽ പൈസ വേണ്ടി വരും, ഒബ്വിയസ്ലി, അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കൂടുതൽ റിസർവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗോൾഡ് ആൻഡ് ക്രൂഡ് ഓയിലാണ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. ഗോൾഡ് നമുക്കൊരു സെക്കൻഡറി നീഡാണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡല്ല. അപ്പോൾ അവിടെ പ്രൈം മിനിസ്റ്റർ ഉദ്ദേശിച്ചത് നമുക്ക് ക്രൂഡ് ഓയിൽ എന്തായാലും മേടിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഗോൾഡ് അനാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ യൂസേജ് കുറയ്ക്കാനാണ് പറഞ്ഞത്.